ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ അത് ടൂർ പ്ലാൻ ചെയ്യുവാടോ. ആണോ? ആ ഈ വിഷ്ണുവിനെ സംബന്ധിപ്പിക്കുന്ന ജോലിയെ എനിക്കാ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം സാർ. അവർക്ക് അങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ. ഏത് ആഭരണമാണ് സർ നോക്കേണ്ടത്? മാലയാണോ, വളയാണോ, അതോ പാദസരമാണോ? അത് പിന്നെ ഓ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അത് ആ സെക്ഷനിലുണ്ടാവും. വന്നോളൂ. അതല്ല, ഞാനൊന്ന് പറയട്ടെ. ഓ, പുതുക്കിയെടുക്കാനായിരിക്കും അല്ലേ? സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, അതൊന്നും അല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്വർണം വാങ്ങിച്ചിട്ട് പോയതാ. എന്താണോ, എന്താ പ്രശ്നം? ഇവരിവിടെ ഗോൾഡ് വാങ്ങാൻ ഇന്നലെ വന്നിരുന്നോ? ഓ, എനിക്ക് ഓർമ്മയുണ്ട്. ഈ കടയടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവർ വന്നായിരുന്നു. സാറേ, ഇല്ലാത്ത കാശുണ്ടാക്കിയാണ് ഇന്നലെ ഞങ്ങൾ വന്ന് ആ സ്വർണം വാങ്ങിയത്. അതിനിപ്പോ എന്താ ഉണ്ടായത്? വീട്ടിൽ ചെന്നപ്പോ സ്വർണം ഇല്ല സാറേ. 30 പവനാ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ ഈ മോളുടെ കല്യാണം മുടങ്ങും. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിയപ്പോ 30 പവനും വാങ്ങി ബാഗിൽ വെച്ചോണ്ടാ ഇറങ്ങിയത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെങ്കിലും കയറുകയോ മറ്റോ ചെയ്തോ? ഇനി അവിടെ എവിടെങ്കിലും വെച്ച് മിസ്സായിട്ടുണ്ടെങ്കിലോ? ഞങ്ങൾ ഈ ജ്വല്ലറിയുടെ മുന്നിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിരുന്നു. പക്ഷേ ആ ഓട്ടോയുടെ നമ്പറോ ഓട്ടോക്കാരനെയോ ഞങ്ങൾക്ക് അറിയില്ല. ഇവിടുത്തെ CCTV ക്യാമറയിൽ ആ ഓട്ടോ പതിഞ്ഞെങ്കിൽ ആ ഓട്ടോയെ കുറിച്ചൊന്ന് അറിയാൻ പറ്റിയെങ്കിൽ ആ വഴിക്കൊന്ന് അന്വേഷിക്കായിരുന്നു. അതിനൊരു പ്രശ്നമുണ്ട്. CCTV ഫുട്ടേജ് നിങ്ങൾക്കായിട്ട് തരാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾ ഈ കാരണങ്ങൾ വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കൂ. അവരന്വേഷിക്കട്ടെ. ഗോൾഡ് വാങ്ങിയത് ഇവിടെ നിന്നാകുമ്പോ അവർ അന്വേഷിച്ച് ഇവിടെയും വരും. ഞങ്ങൾ CCTV ഫുട്ടേജ് നേരിട്ട് പോലീസിന് കൊടുത്തോളാം. എന്റെ സാറന്മാരെ, ഇതിപ്പോ ആ ഓട്ടോയുടെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ സ്വർണം ആ വണ്ടിയിൽ ഉണ്ടോന്നെങ്കിലും നോക്കാമായിരുന്നു. ഒരു സമാധാനത്തിന് വേണ്ടിയായി ചോദിക്കുന്നത്. ഏയ്, നിങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തന്നാൽ സമാധാനം പോകുന്നത് ഞങ്ങളുടേതാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യേ. പോലീസ് വരട്ടെ. ഫുട്ടേജ് ഞങ്ങൾ അവർക്ക് കൊടുത്തോളാം. ശാന്തെ, ഒരു സഞ്ചി കൂടി എടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ആ ഗോവിന്ദന്റെ കടയിൽ കൊടുക്കാനുള്ളത് ഈ സഞ്ചി കൊള്ളില്ല. അതകത്ത് പൊന്നി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ എടുത്തോളാം. പറഞ്ഞിരിക്കുന്ന കടകളുടെ പേരുകളെല്ലാം പൊന്നിയോട് ഒന്നുകൂടി ചോദിച്ചു മനസ്സിലാക്കണേ. ഒന്നും വിട്ടുപോകരുത്. ആ, ഞാൻ കുറച്ചേ കാവർത്തോ കൂടെ പാക്ക് ചെയ്യാം. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ബേക്കറിയിൽ ഒരു 6 പാക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ കസ്റ്റമറാ. ആ, ശാലിനി കുഞ്ഞാണല്ലോ. എന്താ കുഞ്ഞെ, എന്താ വിളിച്ചേ? ആ, ശാന്തിച്ചി ഇപ്പൊ സത്യമ്മയുടെ വീട്ടിലില്ലേ? ആ, ഉണ്ട് കുഞ്ഞെ. സത്യമ്മ ഉണ്ടോ അടുത്ത്? ഇല്ല, ഞാൻ വീണ്ടും പുറത്ത് നിൽക്കുന്നേ. അതെ ശാന്തിച്ചി, എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ഫോണൊന്ന് അച്ഛന് കൊടുക്കോ? എനിക്കൊരു കാര്യം പറയാനാ. അതിനെന്താ, ഞാൻ കൊടുക്കാലോ. ദേ, ഇപ്പൊ തന്നെ കൊടുക്കാം. സാറ് മുറ്റത്ത് തന്നെ നിപ്പുണ്ട്. ഇടോ പിള്ളേ, കുറച്ച് ചാണകപ്പൊടിയും കൂടെ സംഘടിപ്പിച്ചിടണം. എന്നാലേ വളർച്ച നന്നാവത്തുള്ളൂ. രാഘവൻ സാറേ, ദേ ശാലിനി കുഞ്ഞാ വിളിക്കുന്നേ. സാറിനോട് എന്തോ പറയാനുണ്ടെന്ന്.
മോളെ അച്ഛനാ എന്താ പറയാ അച്ഛാ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നോ? സുഖമൊക്കെ തന്നെ. അല്ല മോളെന്താ വിളിച്ചേ? എന്തോ കാര്യം ഉണ്ടാവുമല്ലോ. അച്ഛാ കുട്ടികൾക്ക് ഒരു മൂഡ് ഓഫ്, അപ്പം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ടൂർ പോവാന്ന് വിചാരിച്ചു. ആ അത് നല്ല കാര്യമാണ് മോളെ. കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങൾക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. പിന്നെ ഞാൻ ഈ കാര്യം അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാ. അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മോളെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നല്ല കാര്യമാണ്. അല്ല പിന്നെ അതെ വിഷ്ണു എന്താ പറഞ്ഞു? അവരീ കാര്യം ഇവിടെ പറഞ്ഞില്ലല്ലോ. അത് ഒന്ന് വിഷ്ണുവേട്ടനോട് അവതരിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അച്ഛനെ വിളിച്ചേ. ചിലപ്പോ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അച്ഛനാവുമ്പോ പിന്നെ ഒന്നും എതിർത്ത് പറയില്ലല്ലോ. അല്ല മോളെ അത് പിന്നെ എപ്പോഴത്തേക്ക് യാത്ര? അതിപ്പോ ഉടനെ തിരിക്കണം അച്ഛാ. റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവേട്ടന്റെ സമ്മതം കൂടി കിട്ടിയാലേ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ അച്ഛാ? അത് മക്കളെ കാര്യങ്ങൾ നീക്കിക്കോ. അവനെ സമ്മതിപ്പിച്ച് അങ്ങോട്ട് അയക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. അല്ല എന്നിട്ട് മക്കളൊക്കെ എന്ത് ചെയ്യും? ഇതാ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. അച്ഛനാ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. ആഹാ അച്ഛന്റെ പപ്പിക്കുട്ടിക്ക് സുഖമാണോ? ആ സത്യമൊക്കോ? അതെ അമ്മ ടൂർ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. പോയിട്ട് വരുമ്പോഴേ അച്ഛനെ നിങ്ങൾ രണ്ടാളോട് എന്താ കൊണ്ടുവരാ? എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. അച്ഛന് എന്താ വേണ്ടേ? സ്വീറ്റ്സ് വല്ലതും മതിയോ? അതോ ഫ്രൂട്ട്സ് വേണോ? ഒന്നും വേണ്ട. എന്റെ മക്കളുമാ ടൂർ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ മരുന്ന് വന്നാ മതി. നിങ്ങളെ കാണുന്ന തന്നെ അച്ഛന് മധുരം കഴിച്ച പോലെ. എങ്കിൽ നിങ്ങൾ പോയിട്ട് വന്നിട്ട് അച്ഛനെ കാണാൻ വരാ കേട്ടോ. ആ എന്നാ ശരി. ആ എന്നാലേ മക്കള് ഫോൺ ശാലിക്ക് കൊടുത്തേ. ആ അച്ഛാ പറഞ്ഞു. ആ മോളെ നിങ്ങൾ റെഡി ആയിക്കോ. അവനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. ശരി അച്ഛാ. ആ ശരി ഓക്കെ. അപ്പൊ ഞങ്ങള് റെഡി ആവട്ടെ അമ്മേ? വാ പപ്പി. ആ എന്താ സാറ് ശാലിനി കുഞ്ഞ് പറഞ്ഞത്? എടോ അവര് ടൂർ പ്ലാൻ ചെയ്യുവാടോ. ആണോ? ആ ഈ വിഷ്ണുവിനെ സമ്മതിപ്പിക്കുന്ന ജോലിയെ എനിക്കാ. എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം സാർ. അവർക്ക് അങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ.